റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ചികിത്സാ പിഴവ് കാരണം 1.5 വയസ്സുകാരൻ മരിച്ച പയ്യന്നൂർ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. 7 പേരെയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 3 പേരെ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അനുവദിച്ചുള്ളൂ. കേസിലെ ഇടപെടലിന്റെ ഭാഗമായാണ് അനാവശ്യമായ ആളുകളെ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിയത് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പറഞ്ഞു. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ട് എന്നും ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉള്ളതായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളത് 5 പേരിൽ 3 പേർ നെഗ്ലിജൻസ് കണ്ടെത്തി. ഒരു ഡോക്ടർ അങ്ങനെ ഇല്ല എന്ന് ഫൈൻഡിങ് പറഞ്ഞു. മറ്റൊരാൾ അഭിപ്രായമൊന്നുമില്ല എന്നാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഞങ്ങളുടെ ഒപ്പീനിയൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPക്ക് എത്രയും പെട്ടെന്ന് കൈമാറും. അതെ, ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഫൈൻഡിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വെച്ച് ഞങ്ങളുള്ളത്. അത് വെച്ച് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് രേഖാമൂലം എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറും. പിന്നെ പോലീസാണ് ആ കാര്യത്തിന് മുകളിൽ എന്ത് നടപടി കൈക്കൊള്ളണം, ആരെയൊക്കെ പ്രതികരിക്കണം എന്നൊക്കെ പോലീസാണ് തീരുമാനിക്കുന്നത്. കുടുംബം എന്താണ് പറഞ്ഞതെന്നൊന്നും എൻ്റെ ശ്രദ്ധയിലില്ല. ഏതായാലും പോലീസിൻ്റെ നമുക്ക് കിട്ടിയ രേഖകളിൽ കുടുംബത്തിന് അങ്ങനെ പരാതി ഉണ്ടായതിന് ഭാഗമായിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ പരാതിക്ക് അടിസ്ഥാനമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ കല്യാട്, ഈ മെഡിക്കൽ ബോർഡിലെ ഭൂരിപക്ഷ അഭിപ്രായം ചികിത്സാ പിഴവിനെ മറയ്ക്കുന്നതാക്കി മാറ്റാനുള്ള നീക്കമുണ്ടായി എന്നാണോ? മാധു, തീർച്ചയായിട്ടും അത്തരമൊരു നീക്കം തന്നെയാണ് ഈ മെഡിക്കൽ ബോർഡിനകത്ത് അനാവശ്യമായി ആളുകളെ എത്തിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ യോഗത്തിൽ തന്നെ ഉയർന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യോഗത്തിലുണ്ടായിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ യോഗത്തിൽ അനാവശ്യമായി, അല്ലെങ്കിൽ ഈ മെഡിക്കൽ ബോർഡിൽ അനാവശ്യമായി ഒരേ വിഭാഗത്തിൽ തന്നെ 2 ഡോക്ടർമാർ ഉൾപ്പെടെ ഇതിനകത്തുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ പീഡിയാട്രിക്സിൻ്റെ ആണെങ്കിൽ 2 ഡോക്ടർമാർ, അത് പരിയാരം മെഡിക്കൽ കോളേജിലെയും കണ്ണൂർ ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഇതേ വിഭാഗത്തിൽ നിന്ന് വരുന്നു. അങ്ങനെ എന്തിനാണ് ആളുകളെ ഇതിനകത്ത് തിരികെ കയറ്റുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായി ഈ യോഗത്തിൽ ഉണ്ടായിരുന്ന 7 പേരെയായിരുന്നു മെഡിക്കൽ ബോർഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 4 പേരെ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാട് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ആ 4 പേർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ കുടുംബം ഉൾപ്പെടെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇത്തരം നീക്കങ്ങളാണ് ഈ കേസിന്റെ തുടക്കഘട്ടം മുതൽ ഉണ്ടാവുന്നതെങ്കിൽ ഇതിന്റെ മുന്നോട്ട് പോക്ക് ഉണ്ടാവുന്ന സമയത്ത് ഏത് തരത്തിലായിരിക്കും ഇടപെടൽ ഉണ്ടാവുക എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ 1.5 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ മെഡിക്കൽ ബോർഡിൽ പറഞ്ഞിട്ടുള്ളത്, മെഡിക്കൽ ബോർഡ് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി, അതായത് ഇവർക്ക് ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ്. ആ റിപ്പോർട്ട് ഉടനടി പോലീസിന് കൈമാറുകയും ചെയ്യും. അതിനുശേഷം പോലീസായിരിക്കും തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. 1.5 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ ഉണ്ടായത്.